ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ മസാല ദോശയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ കുറേ മസാല ദോശസ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു അടിപൊളി മസാല ദോശ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രോൺസ് ദോശയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രോൺസാണ്. ഒരു 10 ചെമ്മീൻ, ഒന്ന് മഞ്ഞളും പെപ്പറും സോൾട്ടൊക്കെ ചേർത്ത് വേവിച്ച് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്രഷ്ഡ് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഗാർലിക്കും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ദോശയ്ക്ക് വേണ്ടി ദോശ ബാറ്റർ ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ കുറച്ച് ചീസും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ നമ്മളുടെ പ്രോൺസ് മസാല ദോശ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഗാർലിക്കും കൂടെ ക്രഷ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ബാറ്റർ ഒഴിച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ. ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അത് ഒരു സൈഡ് ആയി വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം തന്നെ നമുക്ക് തിരിച്ച് ഇടാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മസാല വെച്ച് കൊടുക്കാം. പ്രോൺസ് മസാല. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മൊസറല്ല ചീസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുറച്ച് നല്ല രീതിയിൽ ചീസ് കൊടുക്കുന്നത്. നമ്മളിതിൽ ഫില്ലിങ് വയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് നമുക്കിത് എന്താ പറയുക മടക്കിയെടുക്കാം കേട്ടോ. സ്ക്വയറായിട്ട് മടക്കാം, അതല്ലെങ്കിൽ ട്രയാങ്കിളിന് മടക്കിയെടുക്കാം. അങ്ങനെ ഏതാണോ നമുക്ക് സൗകര്യം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ പ്രോൺസ് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പ്രോൺസ് മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെയും എല്ലാ ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് പെപ്പറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കറി വെക്കാനൊക്കെ മേടിക്കുന്ന പ്രോൺസൊക്കെ അതിൽ നിന്ന് ഒരു കുറച്ച് പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു മസാല ദോശയൊക്കെ ഉണ്ടാക്കി, ദോശ ബാറ്ററൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമല്ലോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.